നമസ്കാരം. തീർത്ഥാടന നഗരിയിലെ കാഴ്ചകളൊന്നും അവസാനിക്കുന്നില്ല. ഒരുപാട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു ദിവസം നടന്നാൽ പോലും നമുക്ക് കണ്ടു തീർക്കാൻ പറ്റില്ല. ഒരുപാട് കാഴ്ചകൾ ഇങ്ങനെ നിരന്ന് കച്ചവടം വരുന്നേ. നിങ്ങളെല്ലാവരും പള്ളിക്കലാണോ? അല്ല, നിങ്ങൾ എവിടുന്നാ വരുന്നേ? എങ്ങനെയുണ്ട് കാഴ്ചകൾ? എങ്ങനെയുണ്ട്? കാണാൻ പറ്റിയ മുഴുവനും കാണാൻ പറ്റിയ കണ്ടായിരുന്നോ? കണ്ടില്ലേ നിങ്ങള്? കണ്ടോ? ഏതായാലും എന്താ പറയാ മക്കളെ, കച്ചവടം കൊള്ളാം. നിങ്ങളിപ്പോ സ്ഥലവാടകയ്ക്ക് മുതലാവോ? നിങ്ങളുള്ളൂ, നാളെ തീരല്ലേ, കഴിയല്ലേ? ഏതായാലും പിള്ളേരൊക്കെ നല്ല ഉത്സാഹമായിട്ട് നിൽക്കുകയാണ്. അതിഥിയാവോ ഭാവ, ഹാപ്പി ന്യൂ ഇയർ. അതിഥിയാവോ ഇവിടെ വരണം. നമ്മളെ ഗസ്റ്റാണ് നമ്മളെ, അല്ലേ? അവരെ നോക്കണം. ഏതായാലും ഈ പറയുന്ന എല്ലാവരും വളരെ ഉത്സാഹത്തിലാണ്. ഇനി കാഴ്ചകൾ ഒരുപാടുണ്ട്, ഒരുപാട് കാഴ്ചകളുണ്ട്. നമ്മള് എല്ലാം ഒന്നും കവർ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. എങ്കിലും നമ്മൾ മാക്സിമം ആൾക്കാരൊക്കെ ചോദിക്കുകയാണ്. ചേട്ടാ എവിടെ നിന്ന് വരുന്നത്? ആലപ്പുഴ. എങ്ങനെയുണ്ട് നമ്മുടെ കാഴ്ചകളൊക്കെ? എല്ലാ വർഷവും വരാറുണ്ടോ? ചേട്ടന് വരാറില്ല? എല്ലാ വർഷവും വരുന്നതാണ്. പക്ഷേ രാവിലെ വെച്ച് നോക്കിയിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നൊക്കെ ആള് കുറവായിരുന്നോ എന്ന് ചെറിയ സംശയമുണ്ട്. അതുകൊണ്ടായിരിക്കും. കാര്യങ്ങളെല്ലാം വളരെ ഞാൻ ഉച്ചയ്ക്ക് ചെന്നപ്പോഴത്തേക്ക് അവിടെ വീണ്ടും അടുത്ത അരി ഇട്ടു. കാരണം തികയുന്നില്ല. അതാണ് അവസ്ഥ. മാവ എവിടുന്ന വരുന്നവാ? മാവ എവിടുന്ന വരുന്നേ? ശരി, എല്ലാരും സന്തോഷമുണ്ട്. എല്ലാരും എല്ലാ വർഷവും വരുന്ന ആൾക്കാരാണ്. ചേട്ടാ പറഞ്ഞ ആലപ്പുഴ. നിങ്ങളുടെ ഒരു ടീമാണോ? ശരി. കച്ചവടം കണ്ടോ? കുഴപ്പമില്ല, ഹാപ്പിയാണ്. ആ വരടാ. എന്തുവാണ് ഇവിടെ? ബജ്ജിയാണോ സ്പെഷ്യൽ? ചിക്കൻ കറി വെക്കുന്ന നമ്മുടെ പിള്ളേർക്ക് ന്യൂ ഇയർ ചിക്കൻ ബിരിയാണി. പിള്ളേർക്ക് മാത്രം? പിള്ളേർക്ക് നമ്മുടെ കടല സ്റ്റാഫുകൾക്ക് മാത്രം ആണ് ചിക്കൻ ബിരിയാണി. നാട്ടുകാർ കൊടുക്കൂല? നാട്ടുകാർക്ക് നമ്മളുണ്ട് ഫ്ലവറ്, പിന്നെ പൊട്ടബജി, ഉള്ളിവടയുണ്ട്, പാനിപൂരി, പാബജി, എല്ലാ ഐറ്റംസും തരുമല്ലോ. മക്കളെടാ, നിങ്ങൾക്ക് വേണ്ടി ചിക്കൻ ബിരിയാണി മുതലാളി വെക്കുന്നുണ്ട? ഇവിടെ നാടെവിടെ സ്ഥലം? എന്താ പറയാ, ഒരു ആഘോഷമാണ്, ആഘോഷത്തിന്റെ ദിവസങ്ങളാണ്. ആഘോഷത്തിന്റെ ദിവസങ്ങളാണ്. ഒരു പക്ഷേ നാളെ കൂടി മാത്രമേ ഉള്ളൂ. നാളെ അവസാനിക്കുകയാണ്. വർക്കല എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വർക്കല വന്ന ആരും ആഹാരം കഴിക്കുക തിരിച്ചു പോലെ എപ്പോഴും ആഹാരം എവിടെയാലും കിട്ടും. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഇവിടെ ചുണ്ടാക്കുന്നതാണ്. ഇവിടെ ഉണ്ടാക്കുന്നതാണ്. അതേ പൂച്ച എടുക്കുന്നതല്ല ചേട്ടാ. ആയുധങ്ങൾ ഒരുപാടുണ്ടല്ലോ. ആയുധങ്ങളൊന്നും അല്ല, എല്ലാം കാർഷികോപകരണങ്ങൾക്കുള്ള സാധനങ്ങൾ. സ്ഥലം ഇവിടെ ഞങ്ങള് കരുനാഗപ്പള്ളി. ഒരുപാട് വെറൈറ്റി സ്ഥലങ്ങളൊക്കെ ഇരിക്കുന്നു. എല്ലാം കാർഷികോപകരണങ്ങളാണല്ലേ? എല്ലാം കാർഷികോപകരണങ്ങളാണ്. സാധനങ്ങളാ. വരെയുണ്ട്, എല്ലാ സാധനങ്ങളും. ആരോ ഏതോ സിനിമയിൽ പറയുമ്പോരാ പുഴുങ്ങിയ ഒലക്കയിൽ ഒരു കഷ്ണം കിട്ടും. ഏതായാലും ഒരുപാട് കാഴ്ചകൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ വർക്കല. ഇത്രയും വിശദമായ സംഭവങ്ങൾ. ഇതിന് വെറൈറ്റി സാധനം ഉണ്ടാകട്ടെ. ഇത് വെറൈറ്റിയാണ്. ഇത് നമ്മളെ പറ അല്ലേ? പറ വേറെ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടോ? ഏതില് കാര വെട്ടി നേരത്തെ അതുകൊണ്ട്. അതുപോലെ ഗഞ്ചിറ എന്ന് പറയുന്ന സാധനം. ഓ
നമ്മുടെ കടയിൽ മാത്രമേ നമ്മൾ പട്ടാളക്കാരൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ആ ഇത് രണ്ട് സൈഡിലും മൂർച്ചയുണ്ട്. ഇപ്പോ നമുക്ക് നിന്നോണ്ട് കാടൊക്കെ അടിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റും അല്ലേ. പിന്നെ നമുക്ക് ഈ കുത്താലി കൊടാലി ഈ സാധനങ്ങളൊക്കെ പിടിയിട്ട് അടിപ്പിടിയിട്ട് ഉറപ്പിച്ച് കൊടുക്കും. കാര്യമില്ല കേട്ടാ. എന്തായാലും നിങ്ങൾ സ്ഥലവാടക കൊടുത്തായിരിക്കും അവിടെ ഇരിക്കുന്നത്. തീർച്ചയായും അതിനുള്ള വരുമാനം കിട്ടുമോ? അതിനുള്ള വരുമാനം ഇത് എല്ലാ വർഷവും വരും. നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്ന പ്ലേസ് തന്നെ ഇത്. ലാഭമായാലും നഷ്ടമായാലും എല്ലാ വർഷവും ഇവിടെ വരികയെന്നുള്ള ഇറക്കുമ്പോഴത്തേക്ക് വണ്ടി വാടക ബാക്കി കാര്യങ്ങളൊക്കെ വണ്ടി വാടക എല്ലാം ഉണ്ട്. ഷെഡിന്റെ വാടക കറണ്ട് ചാർജ് എല്ലാം ഇതിനകത്ത് തന്നെ വരേണ്ടത്. നമ്മൾ മാക്സിമം വില കുറച്ച് കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. ഈ ഇതിനൊക്കെ എന്ത് വില വരും? പറ നമുക്ക് 7500 രൂപ വില വരും. എല്ലാം ലാഭേ വരുന്ന ചുറ്റൊക്കെ ഇട്ടിരിക്കുക. എന്തായാലും നിരവധി കാഴ്ചകൾ കണ്ടാലും തീരാത്ത കാഴ്ചകൾ നമ്മുടെ തീർത്ഥാടന നഗരി കാഴ്ചകൾ കൊണ്ട് സമ്പന്നമായിരിക്കുക. ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീകുമാര സൈനിക.